മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാനില്ലെന്ന് ജസ്റ്റിസ് എസ് മണികുമാർ വ്യക്തിപരമായ കാരണങ്ങളാൽ സ്ഥാനം ഏറ്റെടുക്കാനാവില്ല എന്നറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് മണികുമാറിന്റെ നിയമനം ഗവർണർ അംഗീകരിച്ചത്. അതിൽ പാലോട് അതിൽ ഒരു ട്വിസ്റ്റ്, മണികുമാർ മനുഷ്യാവകാശ കമ്മീഷൻ ഏറ്റെടുക്കുന്നില്ല. എന്തുകൊണ്ട്? വിവാദങ്ങൾക്ക് ശേഷം നികേഷ് പറഞ്ഞതുപോലെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജസ്റ്റിസ് മണികുമാറിന്റെ നിയമനത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു, വിമർശനം ഉയർത്തിയിരുന്നു. നേരത്തെ തന്നെ അസാധാരണമായ പരിഗണനകൾ സർക്കാർ മണികുമാറിന് നൽകിയെന്ന ആക്ഷേപം പ്രതിപക്ഷം ഉയർത്തിയിരുന്നതാണ്. മണികുമാർ വിരമിക്കുന്ന സമയത്ത് പ്രത്യേക വിരമിക്കൽ ചടങ്ങ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് അനുകൂല വിധി നൽകിയത് കൊണ്ടാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനൊക്കെയുള്ളൊരു പ്രത്യുപകാരമാണ് മണികുമാറിന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ സ്ഥാനം നൽകുന്നത് എന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. മാസങ്ങളോളം ഇത് സംബന്ധിച്ചുള്ള തീരുമാനം മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവും കൂടിയിരുന്നാണ്, ഇവർ 3 അംഗ സമിതിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സനെ തീരുമാനിക്കുക. ഈ തീരുമാനമെടുത്ത് മാസങ്ങളോളം കഴിഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഗവർണർ ഈ ശുപാർശ അംഗീകരിച്ച് മണികുമാറിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചത്. പക്ഷേ തൽക്കാലം അത് സ്വീകരിക്കാനാകില്ല എന്നുള്ളതാണ് മണികുമാറിൻ്റെ നിലപാട്. മണികുമാർ അത് രാജ്ഭവനെയും സർക്കാരിനെയും അറിയിച്ചു എന്നാണ് വിവരം. താനിപ്പോൾ ചെന്നൈയിലാണുള്ളത്. ചെന്നൈയിൽ കുറച്ച് മാസങ്ങൾ കൂടി വ്യക്തിപരമായി കഴിയേണ്ട കാര്യമുണ്ട്. തിരുവനന്തപുരത്തെത്തി ഭാരിച്ചൊരു ചുമതല ഏറ്റെടുക്കാൻ ഇപ്പോൾ കഴിയില്ല എന്നുള്ളതാണ് മണികുമാർ നിലപാടായി ഗവർണറെയും ഒപ്പം ിക്കുന്നത്. ഈ വിവാദങ്ങളിൽ മണികുമാറിന് സ്വാഭാവികമായും ഒരു വിഷമമുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. ഔദ്യോഗിക കത്തിൽ പറയുന്നത് വ്യക്തിപരമായ കാരണങ്ങൾ എന്നുള്ളതാണ്. തൽക്കാലം ചുമതല ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് ജസ്റ്റിസ് മണികുമാർ സർക്കാരിനെയും രാജ്ഭവനെയും അറിയിച്ചിരിക്കുന്നു. വലിയ തോതിലുള്ള പരാതി രാജ്ഭവൻ ഗവർണർക്ക് മുന്നിലേക്ക് ശുപാർശ എത്തുമ്പോൾ തന്നെ വലിയ രൂപത്തിലുള്ള പരാതി ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം ഗവർണർ സർക്കാരിനോട് തേടുകയും ചെയ്തിരുന്നു. ഇതടക്കമുള്ള വലിയ വിവാദങ്ങളും രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളും സംഭവിച്ചൊരു വിഷയത്തിലാണ് ജസ്റ്റിസ് മണികുമാർ തന്നെ ഈ സ്ഥാനം തനിക്ക് വേണ്ട എന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയും മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന സമിതി കൂടി പുതിയ അധ്യക്ഷനെ ഉടൻ തന്നെ തിരഞ്ഞെടുക്കുമെന്നാണ് വിവരം. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ചീഫ് ജസ്റ്റിസ് മണികുമാറിനെ അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാനൽ ഉണ്ടാകുന്നു. ആ പാനലിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആ പാനൽ അംഗീകരിക്കുന്നു, ഭൂരിപക്ഷ വിധി പ്രകാരം. പിന്നീട് പക്ഷേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മണികുമാറിൻ്റെ പേരിന് അംഗീകാരം നൽകുന്നില്ല. മാസങ്ങൾ നീണ്ടുപോയി. അതിനിടയിലെ രാഷ്ട്രീയ വിവാദവും പ്രധാനമായും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയൊക്കെ തന്നെയും താൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, ഹൈക്കോടതിയിലെത്തിയിട്ടുള്ള ഹർജികളൊക്കെ തന്നെയും സർക്കാരിന് വേണ്ടി പരിഗണിക്കാതെ വിടുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് മണികുമാർ ചെയ്തിരുന്നത് എന്നുള്ള ആക്ഷേപം ഉയർത്തുന്നു. ആ നിലയിൽ രാഷ്ട്രീയ വിവാദം ഉയർന്നു വന്നു. പിന്നീടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പെട്ടെന്നൊരു ദിവസം മണികുമാറിൻ്റെ പേരിന് അംഗീകാരം നൽകുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ്? അതായത് ഈ നിലയിൽ രാഷ്ട്രീയ വിവാദം ഉയർന്നു വന്നതുകൊണ്ട് ആ സ്ഥാനം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് ഈ അവസരത്തിന് വേണ്ടി മണികുമാർ കാത്തു നിൽക്കുകയായിരുന്നു എന്നാണോ? മണികുമാറിന് പകരം മറ്റൊരാളെ എടുക്കുന്നത് സംബന്ധിച്ചുള്ള ആലോചനകൾ സർക്കാർ തുടങ്ങിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി ഗവർണറുടെ ഭാഗത്ത് നിന്നൊരു ശുഭസൂചന വരുന്നത്. മണികുമാറിനെ തന്നെ നിയമിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് സർക്കാരിന് കത്ത് ലഭിക്കുന്നു. താല്പര്യമുണ്ട്, അത് ആ ശുപാർശ നിലനിൽക്കുന്നുവെന്ന് സർക്കാർ മറുപടി നൽകുന്നു. ഉടൻ തന്നെ അതിന് അംഗീകാരവും നൽകുന്നൊരു സാഹചര്യം അപ്രതീക്ഷിതമായി ഉണ്ടായതാണ്. നേരത്തെ തന്നെ മണികുമാർ ഈ സ്ഥാനം, ഈ വിവാദമുണ്ടായ ഘട്ടത്തിൽ തന്നെ അതിനോട് വിമുഖത പ്രകടിപ്പിച്ച് പിന്മാറിയിരുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഗവർണർ അത് അംഗീകരിച്ചിരിക്കെ ഇനി ആ സ്ഥാനത്തേക്ക് താൻ ഇല്ല എന്ന് പരസ്യമായി തന്നെ ഔദ്യോഗികമായി തന്നെ അത് ഗവർണറെയും ഒപ്പം സർക്കാർ പ്രതിനിധികളെയും അറിയിച്ചിരിക്കുന്നു എന്നാണ് മണികുമാറിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അത് വിവാദങ്ങളെ തുടർന്ന് തന്നെയാണ് എന്നത് വ്യക്തമാണ്. വിവാദങ്ങൾ ചെറിയ വിവാദമല്ല, അത് നീതിന്യായ വ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള വിവാദമാണ് ഉണ്ടായത് എന്ന് നികേഷിനും അറിയാം. വളരെ പ്രധാനം, രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അടക്കമുള്ള സംവിധാനങ്ങളുമൊക്കെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം മുഖ്യമന്ത്രിക്ക് അനുകൂലമായ കേസുകളിൽ മുഖ്യമന്ത്രിക്കെതിരായ കേസുകളിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി തന്നെ വിധി പറയുന്നൊരു സാഹചര്യം, ഈ സർക്കാരിന് അനുകൂലമായി വിധി പറയുന്ന സാഹചര്യം, പ്രത്യേകിച്ച് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെയൊക്കെ പരാതി വളരെ വിവാദമായ കേസുകളിൽ ഗവർണറും സർക്കാരും പോരടിക്കുന്ന യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട കേസുകളിൽ അടക്കം മണികുമാറിൻ്റെ വിധി പ്രസ്താവങ്ങളൊക്കെയും
ഗവർണർക്കെതിരും സർക്കാരിന് അനുകൂലമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗവർണർ ആദ്യഘട്ടത്തിൽ അത് തടഞ്ഞു വെച്ചത്. ഒപ്പം സേവ് യൂണിവേഴ്സിറ്റി കമ്മിറ്റിയുടെയൊക്കെ പരാതിയും ലഭിച്ചിരുന്നു. പ്രതിപക്ഷ നേതാക്കളുടെയൊക്കെ പരാതിയും ലഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് അത് തടഞ്ഞു വെച്ചത്. അപ്രതീക്ഷിതമായി ഇതിന് അംഗീകാരം കൊടുത്ത ഘട്ടത്തിൽ ഈ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മണികുമാർ തൽക്കാലം ആ സ്ഥാനത്തേക്കില്ല എന്ന് പറയുന്നത്. വ്യക്തിപരമായ അസൗകര്യം എന്നാണ് ഔദ്യോഗികമായി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാരണം. താനിപ്പോൾ ചെന്നൈയിലാണ്. ചെന്നൈയിൽ തന്നെ തുടരേണ്ട കാര്യമുണ്ട്. ഈ ഭാരിച്ചൊരു ചുമതല തിരുവനന്തപുരത്ത് വന്ന് ഏറ്റെടുക്കാൻ തൽക്കാലം കഴിയില്ല എന്നതാണ് സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി തുടർ നീക്കം എന്തായിരിക്കും എന്നത് വൈകാതെ തന്നെ അറിയാൻ കഴിയും. പക്ഷേ ഈ വിവാദം വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു ദിവസം. ശരി.